അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല ഗ്രാമവാസികളുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിലേക്ക് പ്രബോധനത്തിനായി അയക്കപ്പെട്ട 3 ദൈവദൂതന്മാർ, ആ 3 ദൈവദൂതന്മാരുടെ പ്രബോധനത്തെ ശക്തിപ്പെടുത്താൻ ആ നാടിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു മനുഷ്യൻ, ഒരു റജുൽ ഓടി വന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റുക, അവർ പ്രതിഫലം ആഗ്രഹിക്കാത്തവരാണ് എന്നൊക്കെ. പക്ഷേ ആ മനുഷ്യനെ, ആ നാടിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് ഓടി വന്ന ആ മനുഷ്യനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയാണ്, അദ്ദേഹം വധിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ നേരിട്ട് പരാമർശിക്കുന്നില്ല. പക്ഷേ യാസീൻ പാരായണം ചെയ്യുമ്പോഴെല്ലാം സത്യത്തിൻ്റെ മാർഗത്തിൽ അദ്ദേഹം സമർപ്പിച്ച ത്യാഗത്തെക്കുറിച്ച് എല്ലാ വിശ്വാസികളും ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ ഈ മനുഷ്യൻ്റെ പേര് പ്രത്യേകമായി പരാമർശിക്കാത്തത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, നന്മയുടെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ പേര് പ്രസക്തമല്ല. അയാളുടെ പേരോ അയാളുടെ കുടുംബമോ അതിന് പ്രാമുഖ്യമില്ല. മറിച്ച് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അടുക്കൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകരിക്കപ്പെടുക.